Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026 ഈ തിരുവോണ ദിനം മുതൽ 6 രാശിക്കാർക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ഉന്നമനം, അങ്ങനെ പല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയാണ്. ഇവിടെ നമ്മുടെ ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ്റെ, ശനിയുടെ ആയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ്റെ, അങ്ങനെ കുറേ ഗ്രഹങ്ങൾ കണക്കൂട്ടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഏതൊക്കെ രാശികൾക്കാണ് അനുകൂലമായിട്ടുള്ള സമയമെന്ന്. പ്രത്യേകിച്ച് ഒരു 6 രാശികളെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. ഇടവൻ രാശി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നക്ഷത്രാധിപതി ശുക്രനാണ്. അതുപോലെ ഇവിടുത്തെ നാളുകളെന്ന് പറഞ്ഞാൽ കാർത്തിക, രോഹിണി, മകയിരം. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകയിരം, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദം എന്നിവയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. രോഹിണിയെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്, ബുധകർമ്മയാണ്. മകരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗുരുകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 3-ലാണ്, 3-ൽ നിന്ന് 4-ലോട്ട് പോകുന്നു. അതുപോലെ ശനി നോക്കിക്കഴിഞ്ഞാൽ ശനി 11-ആണ്, 11-ൽ നിന്ന് 12-ലോട്ട് പോകും. ശനി ജൂൺ 3-ാം തീയതി മാറത്തുള്ളൂ. അതുപോലെ ഇവിടെ രാഹു കേതുക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേതു 4-ൽ നിൽക്കുന്ന കേതു 3-ലോട്ട് പോകുന്നു. അതുപോലെ രാഹു നോക്കിക്കഴിഞ്ഞാൽ 10-ൽ നിൽക്കുന്ന രാഹു 9-ലേക്ക്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതല്ല. അപ്പൊ ഈ ഇടവൻ രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. സഹോദരങ്ങളൊക്കെ ആണെന്ന് വരി, വിദേശത്തൊക്കെ ഉള്ള സഹോദരങ്ങൾ നാട്ടിൽ വരാൻ, കണ്ടുമുട്ടാൻ, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ, ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. പ്രോപ്പർട്ടി ഒക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. ഇവിടെ ഒക്ടോബർ 31-ാം തീയതി വ്യാഴം വീണ്ടും മാറുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 84 ദിവസത്തോളം ജാനുവരി 24-ാം തീയതി വരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, വീട് വെക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട് വെക്കാന്, വീട് മോടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. മാത്രമല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിരുന്നവർക്ക് തൊഴിലിനകത്ത് ഉയർച്ച വരാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതേമാതിരി കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. കല്യാണം കഴിക്കാൻ, പുതിയ വിവാഹാലോചനകൾ വരാനെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പോകാൻ, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നീറ്റ്, IELTS അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ IIT, IIM അങ്ങനെയൊക്കെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ലോങ് ജേർണി ചെയ്യാൻ, നല്ല രീതിയിൽ നല്ല ഉല്ലാസയാത്രകൾ ചെയ്യാനൊക്കെ അനുകൂലമാണ്. ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു ഒക്ടോബർ 31-ന് ഒരു രാശി പരിവർത്തനം നടക്കുന്നുണ്ട്. വീണ്ടും ഈ പറയുന്ന വ്യാഴം അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ 3-ൽ നിന്ന് 4-ലോട്ട് പോകുന്ന ഈ വ്യാഴം വേറെ പല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ കൊണ്ടുത്തരുന്നു. അത് ഏകദേശം ഒരു 84 ദിവസത്തോളം നീണ്ടു നിൽക്കും. അപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വീട് വെക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ നമ്മുടെ വൃത്തിയായിട്ടൊക്കെ നല്ല രാഹുവൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാഹചര്യമുണ്ട്. നല്ല രാഹു എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷൻ രാഹു ഉള്ള ആൾക്കാർക്കാണെന്ന രീതിയിൽ, പ്രത്യേകിച്ച് ശുക്രമായിട്ടൊക്കെ കണക്ട് ചെയ്ത് രാഹു നിൽക്കുന്ന ആൾക്കാർക്കാണെന്ന രീതിയിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള യോഗമുള്ളൂ. അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ നല്ല ബഹുമാനിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ, പുതിയ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലി കിട്ടാൻ, നല്ല രീതിയിൽ ഗവൺമെന്റ് സെക്ടറിൽ നിന്നോ ഹയർ ഓഫീഷ്യൽസ് അങ്ങനെ ഉള്ളിടത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അനുകൂലമാകാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ, നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊരു ഉയർച്ച വരാൻ, പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ബിസിനസ്സിലൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്. അതുപോലെ അനാവശ്യമായിട്ട് നിന്നിരുന്ന ചെലവുകൾ ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ആകാനൊക്കെ ഉള്ള സാധ്യത. അപ്പൊ ഈ ശനിയുടെ ആയിട്ടുള്ള പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ, അതുപോലെ വ്യാഴത്തിന്റെ അനുകൂലമായിട്ടുള്ള
സാഹചര്യങ്ങൾ നിൽപ്പുണ്ട്. പക്ഷെ ഡിസംബർ 5 രാഹു കേതു മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രാശിക്കാർക്ക് 4 നിൽക്കുന്ന കേതു 3 പോവുകയും അതുപോലെ 10 നിൽക്കുന്ന രാഹു 9 പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് പല രീതിയിലുള്ള ചിലപ്പോൾ വീട് പണിക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ വരാനൊക്കെ ഉള്ളൊരു സാധ്യത, അല്ലാതൊരു അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും ഇടഞ്ഞിക്കാൻ, മുഷിയാൻ, സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത, അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത, അതുപോലെ വിദേശത്തൊക്കെ ഉപരിപഠനത്തിൽ പോകാനുള്ള ആൾക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനൊക്കെ ഉള്ളത്, അല്ല തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ തർക്കം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളത്. അപ്പം നമ്മളെ ഇവിടെ രാഹു കേതുക്കളെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവിടെ രുദ്രാഭിഷേകം ചെയ്യാൻ രാഹു കേതുക്കളെ പോസിറ്റീവാണ്. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതം എടുക്കുന്നതെല്ലാം കേതുവിനെയൊക്കെ പോസിറ്റീവ് ആക്കാം. അതുപോലെ വീടി ദാനം ചെയ്യാം, ഓയില ദാനം ചെയ്യാം, ഇതൊക്കെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ ഭൈരവന് കള്ള് ദാനം ചെയ്യാം, അതൊക്കെ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ കറുത്ത പട്ടിക്ക് ആഹാരം നൽകുന്നത്, അതുപോലെ കറുത്ത പട്ടിയെ വളർത്തുക, ഇതൊക്കെ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ കമ്പിളി ദാനം ചെയ്യുക, പ്രത്യേകിച്ച് അന്ധര മുടന്തര അല്ലാതൊരു പാവങ്ങൾക്ക് കമ്പിളി ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ശനിയെയും കൂടെ പോസിറ്റീവ് ആക്കാനും ശനിയെയും കേതുവിനെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ കറുത്ത ഉഴുന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കൊടുക്കുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. നമ്മുടെ വിശദമായിട്ടുള്ള നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കണക്ടിവിറ്റി അനുസരിച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ബാക്കി വിശദമായിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാം. എന്തായാലും ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്, ഇവിടെ ഈ ഒരു രാശിയുടെ നക്ഷത്രാധിപതി ശുക്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിവതും ഇവിടെ ശുക്രനെ പോസിറ്റീവ് ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വളരെ വൃത്തിയായിട്ട് നടക്കുക, അണിഞ്ഞൊരുങ്ങി നടക്കുക. അതുപോലെ അണിഞ്ഞൊരുക്കാൻ ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് 12-24 വയസ്സുള്ള കുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ അനുകൂലമാണ്. ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനെന്നത് മാത്രമല്ല, ഇവിടുത്തെ 3 നാളുകളുണ്ട്, കാർത്തിക, രോഹിണി, മകരം. ഇപ്പോൾ കാർത്തികക്കാണ് വലിയ കൂടുതൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനും ചൊവ്വായുമാണ്. അപ്പോൾ ചൊവ്വായ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, ബ്ലഡ് ദാനം ചെയ്യുക, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ചുവന്ന പട്ട് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് ചൊവ്വായെ പോസിറ്റീവ് ആക്കാൻ അനുകൂലമാണ്. അതുപോലെ സൂര്യന് സൺ മെഡിറ്റേഷൻ ചെയ്യുക, സൂര്യൻ ജലം ദാനം ചെയ്യുക, അതുപോലെ ചോളമൊക്കെ ഈ ഒരു റേഡിയേഷനാണ്, ചോളം ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാം, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രം. അതുപോലെ രോഹിണി നക്ഷത്രത്തിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിലും ഈ പറയുന്ന ശുക്രൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിപ്പോൾ പറഞ്ഞിരുന്നു. അതേമാതിരി ചന്ദ്രനും ബുധനും വരെ ഭരിക്കുന്നതുകൊണ്ട് ഫുഡ് ദാനം ചെയ്യുക, അതുപോലെ ജലം ദാനം ചെയ്യുക, അതിലെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളത് ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഈ ഒരു രാശി. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ മകരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ഗുരുകർമ്മ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വ്യാഴത്തിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പോകാം. കടല ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ബ്ലഡ് ദാനം ചെയ്യുക, ചുവന്ന പട്ട് ദാനം ചെയ്യുക, കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബുക്ക്, സ്ലേറ്റ്, പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് ഈ ഒരു നാളുകാർക്ക്, പ്രത്യേകിച്ച് മകീരം നാളുകാർക്ക് വളരെ അനുകൂലമാണ്. ഈ ഒരു റേഡിയേഷനിലുള്ള ചൊവ്വാടെ അല്ലെങ്കിൽ ഗുരു, ജൂപ്പിറ്റർ, ഈ പറയുന്ന ഈ ഗ്രഹങ്ങളായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ പെട്ടത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ. കർക്കിടകൻ രാശി നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ നാളുകൾ ഉണർദം, പൂയം, ആയില്യം. ഉണർദത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം, പിന്നെ പൂയം, ആയില്യം എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഉണർദത്തെ കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ്, ശനികർമ്മയാണ്. പൂയത്തെ കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്, രാഹുകർമ്മയാണ്. ആയില്യത്തെ കൺട്രോൾ ചെയ്യുന്നത് ബുധനാണ്, സൂര്യകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വരാൻ, എന്നും തുറന്നു പറയാനുള്ള കാര്യങ്ങൾ, നല്ല അംബീഷ്യസ് ആയിരിക്കാനുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ നല്ല പ്രതീക്ഷകളോ വെച്ച് പുലർത്താനുള്ളത്, അല്ലെങ്കിൽ എന്നും തുറന്നു പറയാനും നല്ല പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാൻ, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു രാശി അനുകൂലമാണ്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, വിവാഹാലോചനകൾ വരാൻ, പുതിയ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ അനുകൂലമാണ്. അതുപോലെ എന്തെങ്കിലും നമ്മുടെ ഓൾഡ് ഡെപ്റ്റ്, ബിസിനസ് ചെയ്യുന്നതിനകത്ത് കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നൊരു കിട്ടാത്ത കടങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ ചെയ്യാൻ,
അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്ന നേരെ പറഞ്ഞു തീർത്താനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയുകയാണ്. അതുപോലെ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട വിസ എമിഗ്രേഷൻ ക്ലിയറിൻ്റെ പ്രശ്നങ്ങൾ മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ IELTS നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ IIT IIM അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം മാറി 1 നിൽക്കുന്ന വ്യാഴം 2 പോകുന്നു. അപ്പം നിങ്ങൾക്ക് പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ധനാഗമനം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും ഒരു പൈസ കിട്ടാനോ അൺഎക്സ്പെക്റ്റായിട്ട് എന്തെങ്കിലും ഒരു പൈസ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നൊരു അവരുടെ പേരിൽ ഫാദറോ ഒക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ, അതുപോലെ പഴയ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ KSFB അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനങ്ങൾ വരാൻ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പൈസ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്ന കടബാധ്യത ഒരു പരിധി വരെ തീരാനും, എവിടെയെന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ കിട്ടാനും, ചിലപ്പോൾ KSFB ചിക്കി അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചില മാർഗ്ഗങ്ങൾ ഇപ്പോൾ പൈസ വരാൻ, ജോലി ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ജോലി കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ നല്ല രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് പുതിയ കരാറുകൾ കിട്ടാൻ, പുതിയ അഗ്രിമെന്റ് കിട്ടാൻ, തൊഴിൽപരമായിട്ടുള്ള നല്ല ഉയർച്ചകൾ അനുമോദനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു സമയത്ത്. അതുപോലെ ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉപരിപഠനമായിട്ട് ബന്ധപ്പെട്ട പുതിയ പല രീതിയിലുള്ള അനുകൂലമായിട്ടാണ് നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെ പല രീതിയിലുള്ള നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാർക്കുണ്ട്. അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേമാതിരി വീടൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ 2027 ജൂൺ 3 വീണ്ടും ശനി മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് തൊഴിൽപരമായിട്ട് കൂടുതൽ ഉയർച്ച വരാൻ, അതുപോലെ പുതിയ വീട് വെക്കാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമാണ്. വീട് വെക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ, വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, പുതിയ പല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഈ രാശിക്കാരെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഡിസംബർ 5 രാഹു കേതുക്കൾ മാറുന്നുണ്ട്. അപ്പം കേതു ഇവർക്ക് 2 നിൽക്കുന്ന കേതു 1 വരാം. അതേമാതിരി രാഹു നോക്കിക്കഴിഞ്ഞാൽ 8 7 വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ചെറിയ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്ത്, അല്ലെന്നൊരു എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ വീട്ടിലെന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം, കലഹങ്ങൾ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് വൈഫിൽ എന്തെങ്കിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു രാഹു കേതുക്കളെ പോസിറ്റീവ് ആക്കാൻ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ പനിനീര് മുരുകന് ദാനം ചെയ്യുന്നതാണ്. അതുപോലെ ഗണപതിയുടെ അമ്പലങ്ങളിൽ കൂടുതൽ പോകുന്നത് വളരെ അനുകൂലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുണർത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നോക്കിയാൽ ഇവരുടെ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ വ്യാഴത്തിന് വേണ്ടിയുള്ള സേവകൾ, പ്രത്യേകിച്ച് ഇവരുടെ നക്ഷത്രാധിപൻ അതേമാതിരി ചന്ദ്രനാണ്. അതുപോലെ ഫുഡ് ദാനം ചെയ്യാം, ചെടികളൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതൊക്കെ ചെടികളൊക്കെ കുഴിച്ചു വെക്കുക ഒക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ ജലം ദാനം ചെയ്യുക, ജലം പാഴാക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ഒരു രാശിക്കാർക്ക് നല്ലതാണ്. കാരണം ജലമെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കടങ്ങൾ വരാൻ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു കാര്യം കൂടാണ്. ജലത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുണർത്തത്തിൽ വ്യാഴവും ശനിയും ഒക്കെ നിൽക്കുമ്പോൾ ശനികരായിട്ടുള്ള കർമ്മങ്ങളെ നല്ല നീതി പുലർത്തുന്ന ആൾക്കാരോട് സത്യസന്ധരായിരിക്കുക, കള്ളത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ശനിയെയൊക്കെ പോസിറ്റീവാക്കാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക, സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുക, പാവങ്ങൾക്ക് കറ്റൊരു ദാനം ചെയ്യുക, നല്ല നിലയിൽ കമ്പിളിയൊക്കെ ദാനം ചെയ്യുന്നത് കേതുവിനെ ശനിയും കൂടെ പോസിറ്റീവാക്കാനും നല്ലതാണ്. അന്തരം മുടന്തരം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ദാനം ചെയ്യുന്നത് പൊതുവേ നല്ലതാണ്. അല്ലെന്നൊരു പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ള രീതി. അതുപോലെ ഇപ്പോൾ പൂയനാൾ നോക്കിക്കഴിഞ്ഞാൽ പൂയനാളിലെ ശനിയാണ് ഭരിക്കുന്നത്. അതുപോലെ രാഹു കർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാഹുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. രാഹുവിനെന്ന് പറഞ്ഞാൽ മുരുകന് പനിനീര് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വിശ്വാസം അനുസരിച്ച് പൊയില ദാനം ചെയ്യുന്നത്, ഭൈരവന് കള്ള് നേർച്ചയായിട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ രാഹുവിനെ വീട് പോലും ദാനം ചെയ്യുന്നത് രാഹുവിനെയൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളാണ്. പഴയ കാലത്ത് ഞങ്ങൾ പല കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്നു.
അടുത്ത കാലത്ത് മനുഷ്യൻ്റെ ആ ഒരു ജനറേഷൻ്റെ ഒരു വ്യത്യാസം വന്നപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള. അതിനകത്ത് ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ സരസ്വതി ദേവിക്ക് ദീപം തെളിയിക്കുന്നത്, പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീൻ ഊട്ടുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ഈ ഒരു ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ ഉള്ളത് കൊണ്ട് മെറ്റൽ റിലേറ്റഡ് ആയിട്ടൊക്കെ ജോബ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. നല്ല നിലയിൽ ശനിയുടെ റേഡിയേഷൻപ്പെട്ട ജോലിയൊക്കെ ചെയ്യുക, പ്രത്യേകിച്ച് ജഡ്ജസ് അല്ലെ നീതിപാലകരെ അങ്ങനെയൊക്കെ ഉള്ള പല ജോലികളൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഉള്ള ഘടകമാണ്. അതുപോലെ ആയില്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അപ്പം സൂര്യന് ജലം ദാനം ചെയ്യുന്നത്, ഗോതമ്പ് ദാനം ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ബുധന് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ അല്ല ഗുരുവായൂർ അമ്പലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ള അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ അനുകൂലമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്. കന്നിരാശി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നക്ഷത്രാധിപൻ്റെ ബുധനാണ്. അപ്പോൾ ഇതിൻ്റെ നാളുകൾ നോക്കിയിട്ട് ഉത്തര, അത്ത, ചിത്തിര. ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 പാദങ്ങൾ അത്തം, ചിത്തിരയുടെ പകുതി എന്നിവയാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ബുധകർമ്മയാണ്. അതുപോലെ അത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ അത്തത്തെ കൺട്രോൾ ചന്ദ്രനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ ചിത്തിര നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയാണ്, ശുക്രകർമ്മയാണ്. അപ്പോൾ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ വ്യാഴം ഇവർക്ക് 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ച് പല രീതിയിൽ നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ, ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യം, ക്രിപ്റ്റോ ഫോറക്സ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാൻ ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വിവാഹം ആലോചിക്കുന്നവർക്ക് പുതിയ വിവാഹ ബന്ധം വരാൻ, പുതിയ വിവാഹാലോചനകൾ വരാൻ, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ വരാൻ, അതുപോലെ ഓൾഡ് ഡെപ്റ്റ് പഴയ കടങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല കിട്ടാൻ, കടങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുണ്ടെന്ന് വരിക, അങ്ങനെ കടങ്ങളൊക്കെ തള്ളണമെന്ന് വിചാരിച്ചിട്ട് കടങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ, ബന്ധുപുത്രാദികളെ കണ്ടുമുട്ടാൻ ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യേണ്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ഈ വ്യാഴം ഒക്ടോബർ 31-ാം തീയതി മാറി ഏകദേശം ജാനുവരി 24-ാം തീയതി വരെ അടുത്ത രാശിയിലോട്ട് പോകുന്നു. അപ്പം ഈ വ്യാഴം പേർക്ക് 12-ലോട്ട് വരുന്നു. അപ്പോൾ ഈ പല രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും പുതിയ വീട് വെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി ബോഡി പിടിപ്പിക്കാൻ, അതുപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് എന്തെങ്കിലുമൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അനാവശ്യ ചിലവുകൾ കുറയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വണ്ടി വാങ്ങിക്കാൻ, വണ്ടി ബോഡി പിടിപ്പിക്കാൻ, വീട് വാങ്ങിക്കാൻ, വീട് ബോഡി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന ആൾക്കാർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാനെടുക്കാനൊക്കെ ഉള്ള പുതിയ ജോബ് കിട്ടാനൊക്കെ ഉള്ളത്, ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പല രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ഉയർച്ച വരാം, അൺഎക്സ്പെക്റ്റഡ് ചിലപ്പോൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിരുന്നൊക്കെ അത് പാസ്സായി വരാൻ, ലോണ് കിട്ടാൻ ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമാണ്. അതേമാതിരി ഈ ശനിയുടെ ആയിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിൽ അനുകൂലമാണ്. ശനി 7-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജലവിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാൻ, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനും, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും, അതേമാതിരി എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വീട് വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി ബോഡി പിടിപ്പിക്കാൻ, അല്ലെന്നൊരിൽ അവിടെ മെയിൻ്റനൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ വീട്ടിലെ, അല്ലെന്നൊരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാഹു കേതുക്കളെ ഈ ഡിസംബർ 5-ാം തീയതി മാറുന്നുണ്ട്. അപ്പോൾ ആ രാഹു കേതുക്കൾ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ 12-ലായിരുന്നു ഇവർക്ക് കേതു. അപ്പോൾ ഈ കേതു 12-ൽ നിന്ന് 11-ലോട്ട് വരിക. അതുപോലെ രാഹുവിനെ നോക്കിക്കഴിഞ്ഞാൽ 6-ൽ നിന്ന് രാഹു 5-ലോട്ട് വരിക. അപ്പോൾ പല രീതിയിലുള്ള ഇവർക്കൊരു പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരാൻ, അല്ലെന്നതിൽ ഒരു ചെറിയ വിഘ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാതിരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ കേതുവിൻ്റെ ആയിട്ടുള്ള മാറ്റം കൊണ്ട് വരാൻ, അതുപോലെ ട്രേഡിങ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങൾ, ഊഹക്കച്ചവടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പം അതുപോലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 നിന്ന് 5 ഒരു മാറ്റം എന്ന് പറയാൻ നമുക്കെന്തെങ്കിലും നല്ല പ്രണയബന്ധങ്ങളുണ്ടായിരുന്നത് അതിനിടയ്ക്കൊരു വിള്ളലുണ്ടാകാൻ അല്ലെന്ന രീതിയിൽ ഊഹക്കച്ചടത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അതിൽ നിന്നൊരു ചെറിയ തടസ്സങ്ങളുണ്ടാകാൻ, നല്ല ലവ് അഫെയർ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അവരൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു രാശിക്കാർക്ക് ഈ പറയുന്ന രാഹു കേതുക്കളെ കൂടെ പോസിറ്റീവാക്കേണ്ടതാക്കുന്നുണ്ട്. അപ്പോൾ രുദ്രാഭിഷേകം ചെയ്യുക നല്ലതാണ്. നിങ്ങളെ ഈ ഓരോ നാളിന് വരുമ്പോഴത്തേനും രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് രാഹു കേതുക്കളെ പോസിറ്റീവാക്കാനും. അതുപോലെ ഗണപതിക്ക് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നത്, ഗണപതിക്ക് കർഗദാനം ചെയ്യുന്നത്, അതുപോലെ മുരുകന് കൽക്കണ്ടം ദാനം ചെയ്യുന്നത്, അതുപോലെ പനിനീര് ദാനം ചെയ്യുന്നത്, അതൊക്കെ രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. ഇതുകൂടാതെ എരിഷ്യൻ്റായിട്ടുള്ള പല രീതിയിലുള്ള ഇതുണ്ട്. ഭൈരവന് കണ്ണ് ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഇരിപ്പില്ല വീഡിയോ എന്നൊക്കെ ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാളിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാന്ന് പറയും. അപ്പോൾ ബുധനെ പോസിറ്റീവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ബുധൻ്റെ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ബുധന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ കൃഷ്ണൻ്റെ അമ്പലങ്ങൾ, ഗുരുവായൂർ അപ്പൻ്റെ അമ്പലം, ഗുരുവായൂരമ്പലം അല്ലെ കൃഷ്ണൻ്റെ അമ്പലം, ഇങ്ങനെയൊക്കെ പോകുന്ന ബുധനുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം ഒരു ബുധൻ്റെ സ്തോത്രം, മഹാവിഷ്ണുവിൻ്റെ ആയിട്ടുള്ള പല ശ്ലോകങ്ങൾ ജപിക്കുന്നത്, കൃഷ്ണൻ്റെമായിട്ട് ബന്ധപ്പെട്ടത്, ഇതൊക്കെ ബുധൻ്റെ ഒരു റേഡിയേഷൻപ്പെട്ടാണ്. അതുപോലെ ഉത്തരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൂര്യനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ അത് ബുധകർമ്മയാണ്. അപ്പോൾ ഈ സൂര്യന് വേണ്ടിയുള്ള സൺ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ ഗോതമ്പ് ദാനം ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന സൂര്യനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. അതേമാതിരി സൂര്യന് ജലം ദാനം ചെയ്യാം. ഈ ബുധന് വേണ്ടി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഉത്തരനാളുകാർക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ അത്തം നാളുകാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രനാണ് ഭരിക്കുന്നത്, അതുപോലെ ഗുരുകർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഫുഡ് ദാനം ചെയ്യുക, ജലം ദാനം ചെയ്യുക, ജലം പാഴാക്കാതിരിക്കുക, അതുപോലെ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ ഒരു ഫുഡ് ഒക്കെ ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ചന്ദ്രനൊക്കെ പോസിറ്റീവാക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള കർമ്മമാണ്. അതുപോലെ പാല് ദാനം ചെയ്യുക, അതുപോലെ ഗുരുവിന് വേണ്ടിയുള്ള കടല ദാനം ചെയ്യുക, അതൊക്കെ നിന്ന് ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. മഞ്ഞ മണി ദാനം ചെയ്യാം, മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഒക്കെ ഗുരുവിനെ പോസിറ്റീവാക്കാൻ. അപ്പോൾ ഈ അത്തം നാളുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വായും ശുക്രകർമ്മം, അവരൊക്കെ എന്ന് കൂടുതൽ അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക, അല്ലെ ലിപ്സ്റ്റിക്ക്, കൺമഷി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ല മേക്കപ്പ് സെറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ദാനം ചെയ്യുക. പ്രത്യേകിച്ച് 12-24 വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വായൊക്കെ പോസിറ്റീവാക്കാൻ ബ്ലഡ് ദാനം ചെയ്യുക, ചുവന്ന പട്ട് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ ചൊവ്വായ വ്യാഴമൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല, അവർക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡൻറ്റ് അല്ല സർജറികളൊക്കെ നടക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസിഷന് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ബ്ലഡ് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലഡ് റെമഡിയൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. അത് പല നമ്മുടെ വീഡിയോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്. വൃശ്ചികൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന ചൊവ്വാണ്. ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കട്ട. വിശാഖത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം അനിഴം, തൃക്കട്ട എന്നിവയാണ്. ഇവിടെ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, രാഹുകർമ്മയാണ്. അനിഴത്തെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ്, സൂര്യകർമ്മയാണ്. തൃക്കട്ടെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, ചന്ദ്രകർമ്മയാണ്. അപ്പോൾ ഈ കർമ്മകാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 9-ലാണ്. അപ്പോൾ പല രീതിയിൽ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന രീതിയിൽ മാറി കിട്ടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ IELTS, നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അത് നല്ല മാർക്ക് സ്ക്വയർ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ IIM, IIT അങ്ങനെ ഉയർന്ന രീതിയിലുള്ള ഉപരിപഠനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാൻ, ലോങ് ജേർണി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, നല്ല ഉല്ലാസയാത്ര ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക്. മാത്രമല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ, വളരെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളെ തുറന്ന് പറയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അഥവാ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന നല്ല പ്രണയബന്ധങ്ങളുള്ളെന്ന് വരില്ല, അത് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ തുറന്നു പറയാനും
ആ പ്രണയബന്ധം സാക്ഷാത്കരിക്കാനും ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത, ക്രിപ്റ്റോ ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാകാൻ, അപ്രതീക്ഷിതമായിട്ടൊരു ധനലാഭം ഉണ്ടാകാൻ, അങ്ങനെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനാനുകൂലം വരാൻ, അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുമാത്രമല്ല, വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയുകയാണെങ്കിൽ. ഈ ഒക്ടോബർ 31 പിന്നെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള അടുത്തൊരു രാശിമാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പരിവർത്തനം നടക്കും. അപ്പോൾ 9 നിന്ന് 10 ഈ പറയുന്ന വ്യാഴം മാറുന്നു. അപ്പോൾ പല രീതിയിലുള്ള തൊഴിലിന് ഉയർച്ച, തൊഴിലിന് പ്രോഗ്രസ്, പുതിയ നേട്ടങ്ങൾ വരാൻ, പുതിയ ജോലി സ്ഥലത്ത് നല്ല അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച വരാൻ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തൊഴിലിൽ പ്രൊമോഷൻ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ അനുകൂലമാണ്. മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ധനാഗമനം വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള എന്തെങ്കിലും ഒരു സേവിങ്സിൻ്റെ ഒരു റിട്ടേൺ മാതിരി എന്തെങ്കിലും ഒരു പൈസ വന്ന് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീടൊക്കെ വെക്കാനുള്ള സാഹചര്യം, വീട് ബോഡി പിടിപ്പിക്കാൻ, വണ്ടി ബോഡി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ കടങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് ആ കടത്തിൻ്റെ ആയിട്ടുള്ള ആ വ്യാപ്തി ഒന്ന് കുറയാൻ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പൈസ കടം കൊടുക്കാനൊക്കെ ഉള്ളത് കൊടുത്ത് തീർക്കാൻ പറ്റുക, അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ KSF ചിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ എടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർ. അതേമാതിരി ഈ ശനിയുടെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു നിപ്പം ശനി 5-ലാണ്. അതുകൊണ്ടും പല രീതിയിലുള്ള നല്ല പ്രണയബന്ധങ്ങളും അല്ലെന്ന രീതിയിൽ പറയുന്ന മാതിരി നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കാനും, അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. പിന്നെയും എടുത്തു പറഞ്ഞാൽ, അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് വരില്ല, അവരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തിരുന്ന ആൾക്കാരുണ്ടെന്ന് വരിക, അവർ അതിൽ നിന്നൊക്കെ മാറി അസുഖങ്ങളൊക്കെ കുറഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. എന്നാൽ ഈ ഒരു രാശി ശനി ഇനിയും മാറുന്നുണ്ട്. 2027 ജൂൺ 3 വീണ്ടും ശനിയുടെ ആയിട്ടുള്ളൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ശനിയുടെ മാറ്റം 5 നിന്ന് 6 പോകുന്നത്. അന്നേരം തൊഴിൽപരമായിട്ടുള്ള പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, കടകൾ എന്തെങ്കിലും ഉണ്ടെന്നൊരു ഒരു പരിധി വരെ അത് അടച്ചു തീർക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണിനൊക്കെ അപ്ലൈ ചെയ്യാൻ കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, മാത്രമല്ല വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും, അങ്ങനെ തൊഴിൽപരമായിട്ടും പല രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന രാഹു കേതുക്കളുടെ ഒരു മാറ്റം നമുക്കിപ്പം ഡിസംബർ 5 വരുന്നുണ്ട്, ഈ 2026 ഡിസംബർ 5. അപ്പം അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കേതു ഒക്കെ 10 നിന്ന് 9 മാറും. അപ്പോൾ വിദേശ യാത്രയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്നൊരു തടസ്സം, ഈ കുട്ടികൾ എന്തെങ്കിലും പരിപഠനവുമായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ വരാനെടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ രാഹു ഇവിടുന്ന് 4 നിന്ന് 3 മാറുന്നു. അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഡിവിഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ട് എന്തെങ്കിലും കലഹം ഉണ്ടാകാൻ, സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ, എന്തെങ്കിലും ഒരു നീരസം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാദറിനാകാൻ, ചിലപ്പോൾ ഹെൽത്ത് പരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു പല രീതിയിലുള്ള ചെറിയ ചെറിയ സാധ്യതകൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് രാഹുവിനെ കേതുവിനെ പോസിറ്റീവ് ആക്കാൻ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. രാഹുവിന്റെ കേതുവിന്റെ മൂലമന്ത്രം 108 വീതം ജപിച്ചു പോകുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതിക്ക് ദർഭ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ മുരുകന് കൽക്കണ്ടം ദാനം ചെയ്യാം, അതുപോലെ പനിനീര് ദാനം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അതല്ലെന്നൊരിൽ ഭൈരവന് കള്ള് ദാനം ചെയ്യാം, കൊയില ദാനം ചെയ്യാം, പാവങ്ങൾക്ക് വീഴി ദാനം ചെയ്യാം. അതൊക്കെ ഈ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളാണ്. അതുപോലെ പല വിശ്വാസങ്ങളുണ്ട്, പല ആചാരങ്ങളും ഇവിടെ നിന്നിരുന്നു അവരവരുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, നിരവധി വീഡിയോയിൽ കൂടെ ഈ നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ വൃശ്ചൻ രാശിക്കാരിൽപ്പെട്ട നാളുകളായിട്ടുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട. അപ്പോൾ വിശാഖത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചൊവ്വാടായിട്ടുള്ള ഈ കംപ്ലീറ്റ് ഉള്ള ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വായെ പോസിറ്റീവ് ആക്കേണ്ടതാണ്. കാരണം ചൊവ്വ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ദേശീയ നമുക്ക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുത്തരുന്നതാണ്. അപ്പോൾ ബ്ലഡ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ചുവന്ന പട്ട് ദാനം ചെയ്യുന്നത്
ചൊവ്വായെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതല്ലെന്നൊരു ചെത്തി, ചെമ്പരത്തി ഇങ്ങനെയൊക്കെയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്, ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്, കുങ്കുമം ദാനം ചെയ്യുന്നത്, അല്ലെന്നൊരു അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്. അതുപോലെ വിശാഖത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴവും രാഹു, അപ്പോൾ രാഹുവിൻ്റെ കർമ്മം ഓൾറെഡി രാഹുവിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തെ ആണെന്നവരിൽ പോസിറ്റീവ് ആക്കാൻ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്ക് അല്ലെങ്കിൽ പെൻസിൽ ഇങ്ങനെയൊക്കെ ഉള്ള ദാനം ചെയ്യുക, പഠിക്കാനൊക്കെ സാഹചര്യങ്ങളില്ലാത്ത കുട്ടികളെയൊക്കെ ഹെൽപ്പ് ചെയ്യെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ അമ്പലങ്ങളിൽ, പള്ളികളിൽ അങ്ങനെയൊക്കെ ഉള്ള സേവ ചെയ്യുന്നത് വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക, മഞ്ഞ മണി ദാനം ചെയ്യുക, ഇതൊക്കെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ല കർമ്മമാണ്. ഇത് കൂടാതെ അനിഴം നക്ഷത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ ശനി, സൂര്യകർമ്മ, അപ്പോൾ സൂര്യനെയൊക്കെ ആണെന്നൊരു ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ സൂര്യന് ജലം ദാനം ചെയ്യാം, സൂര്യന് സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാണെങ്കിലും മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നത്, അല്ലെ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനുള്ള പല ജോലികളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത്. അതുപോലെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാം, സ്ട്രീറ്റ് ഡോഗ്, തെരുവ് നായ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ അന്തര, മുടന്തര, തൂപ്പുകാർ ഇങ്ങനെയുള്ള റേഡിയേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ ശനിയുടെ റേഡിയേഷനാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ സഹായിക്കുന്നത്, അല്ലെന്നിരില്ല പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള കർമ്മമാണ്. അതുപോലെ തൃക്കേട്ട നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബുധൻ, ചന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഭരിക്കാന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ജലം പാഴാക്കാതിരിക്കുക. അതുപോലെ ജലം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫുഡ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ആഹാര സാധനങ്ങൾ പാഴാക്കാതെ അത് ദാനമായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ട്, പാവങ്ങൾക്ക്, അങ്ങനെ ഉണ്ടെന്നൊരു ശനിയെ കൂടെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള കർമ്മമാണ്. അതുപോലെ ഈ ബുധനൊക്കെ ആണെന്നൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, അല്ലെന്നൊരു കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെയുള്ള, മഹാവിഷ്ണു ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നത്, അല്ലെ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്തോത്രങ്ങളെ, ശ്ലോകങ്ങളൊക്കെ ചൊല്ലുകൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള നിലയിൽ വളരെ ഈ പറയുന്ന ബുധനെ പോസിറ്റീവ് ആക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഘടകമാണ്. പ്രത്യേകിച്ച് ബുധൻ എന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ ഫേസ്ബുക്കൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന ബുധനെ പോസിറ്റീവ് ആക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഘടകമാണ്. മകരൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നക്ഷത്രാധിപൻ എന്ന ശനിയാണ്. അതുപോലെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിവയാണ്. ഉത്രാടത്തിന്റെ ആ ഒടുവിലത്തെ മുക്കാൽ ഭാഗം, തിരുവോണം ഔട്ടത്തിന്റെ പകുതി, ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവോണത്തെ നോക്കിക്കഴിഞ്ഞാൽ തിരുവോണത്തെ ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അതുപോലെ ഔട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടത്തെ ചൊവ്വാണ് കൺട്രോൾ ചെയ്യുന്നത്, ശനികർമ്മയാണ്. അപ്പൊ ഇവിടെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 7ലാണ്. അപ്പം ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം കഴിക്കേണ്ട ആൾക്കാർക്ക്, പുതിയ വിവാഹാലോചനകൾ വരാൻ, ഹസ്ബൻഡ് വൈഫൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ, അതേമാതിരി പാർട്ട്നേഴ്സിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിന് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ കിട്ടാനുള്ള കടങ്ങളൊക്കെ ഉള്ളെന്നൊരു ബിസിനസ് പരമായിട്ടൊക്കെ ഉള്ളെന്നൊരിൽ അത് കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാം. അപ്പോൾ ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനാണെന്നൊരിൽ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ. അതുപോലെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നടക്കാൻ, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും, നല്ല സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകാനും, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താനും, സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ, ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ, അതുപോലെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാമെന്ന് വെച്ചാൽ. അതേമാതിരി ഈ വ്യാഴം ഇവർക്ക് മാറുന്നുണ്ട്. ഒക്ടോബർ 31 ഈ വ്യാഴം മാറുമ്പോഴത്തേന് വ്യാഴത്തിൻ്റെ പൊസിഷന് 7 നിന്ന് 8 പോകും. അപ്പം കുറേ കാര്യങ്ങൾ അനുകൂലവും എന്നാൽ കുറച്ച് കാര്യങ്ങൾ പ്രതികൂലവുമാകുന്നുണ്ട്. അപ്പം അത് എന്നാൽ ലോട്ടറി മാതിരിയുള്ള കാര്യങ്ങൾ അടിക്കാനൊക്കെ ഉള്ള സാധ്യത വരെ ഉണ്ട്. നല്ല രാഹു ഒക്കെ 38, നല്ല രാഹു എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. അങ്ങനെയൊക്കെയുള്ള രാഹു വൃത്തിയായിട്ടില്ല ശുക്രമായിട്ടൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുള്ളതിൽ അങ്ങനെയുള്ളവർക്ക് ലോട്ടറി അടിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വിദേശത്തൊക്കെ പോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഫോറിൻ ട്രാവൽ ചെയ്യാൻ, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വരാൻ, അന്നസറി എക്സ്പെൻസുകൾ ഒരു പരിധി വരെ കുറയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ആ അസുഖത്തിൻ്റെ കാഠിന്യം ഒരു പരിധി വരെ കുറയാൻ, വീട് വെക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ, വീട് വായിക്കാൻ, അല്ലെങ്കിൽ വീടിന് തറക്കല്ലിടയിലെ ഇങ്ങനെ കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടി വാങ്ങിക്കാനും, വണ്ടി മോടി പിടിപ്പിക്കാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനാണ്. അതുപോലെ ശനിയുടെ ആയിട്ടായാലും പൊസിഷന് വളരെ വലിയ കുഴപ്പമില്ലാത്ത നല്ലതാണ്. ഫോറിൻ ട്രാവൽ ചെയ്യാൻ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്
നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യം. വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാറാൻ, IELTS നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച വരാൻ, അതുപോലെ നല്ല ഉല്ലാസ യാത്രകൾ ചെയ്യാൻ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ ഉള്ളത് നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും മല്ലന്നൂരിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഒരു കോൺഫിഡൻസ് വരാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു രാശിക്കാർക്ക് ജൂൺ 3-ാം തീയതി ശനിയുടെ ആയിട്ടുള്ള മാറ്റം വരുന്നുണ്ട് 2027. അപ്പോഴും പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള വീട് വെക്കാനൊക്കെ ഉള്ള രീതിയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ, പുതിയ ജോലി കിട്ടാൻ, തൊഴിൽ ഉയർച്ച ഉണ്ടാകാൻ, വിദേശങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് ഈ പറയുന്ന അടുത്ത ശനിയുടെ മാറ്റവും നല്ലതാണ്. പക്ഷേ എന്നൊരിയിൽ ഈ രാഹുകേതു മാറ്റം ഡിസംബർ 5-ാം തീയതി നടക്കുന്നു, 2026 ഡിസംബർ 5. അന്നേരം ഈ ഒരു കേതു 8-ൽ നിന്ന് 7-ലോട്ട് പോകുന്നു, അതുപോലെ രാഹു ആട്ട് 2-ൽ നിന്ന് 1-ലോട്ട് പോകുന്നു. അപ്പോൾ പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും അല്ലെന്നൊരു നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരാൻ, അല്ലെന്നൊരു നമുക്ക് എന്തെങ്കിലും ഒരു മൗന്യത വരാൻ, അല്ലെന്നൊരു ആവശ്യമില്ലാത്ത എന്തെങ്കിലും ടെൻഷന് പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറയാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരാൻ, അതേമാതിരി വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, അല്ലെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരാം. പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് രാഹുവിനെ കേതുവിനെ പോസിറ്റീവാക്കാൻ രുദ്രാഭിഷേകം ചെയ്യാം. അതുപോലെ കച്ചോരി ദാനം ചെയ്യുന്നത് നല്ലതാണ് രാഹുവിനെ പോസിറ്റീവാക്കാൻ. അതേമാതിരി ഗണപതിക്ക് ദർഭ ദാനം ചെയ്യുന്നത്, ഗണപതി സ്തോത്രം ചൊല്ലുന്നത്, അതുപോലെ മുരുകന് പനിനീര് ദാനം ചെയ്യുന്നത്, കൽക്കണ്ണം ദാനം ചെയ്യുന്നതൊക്കെ രാഹുവിനെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. അല്ലെന്നൊരു ഭൈരവ ലക്ഷ്മി മന്ത്രം ജപിക്കുന്നത്, ഭൈരവൻ്റെ അമ്പലങ്ങളിൽ കള്ള് ദാനം ചെയ്യുന്നത്, അല്ലെ വീടി ദാനം ചെയ്യുന്നത്, പുയില ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് രാഹുവിനെ പോസിറ്റീവാക്കാൻ നല്ല കർമ്മങ്ങളാണ്. അതുപോലെ രാഹുവിൻ്റെ മൂലമന്ത്രം ജപിക്കാം. കേതുവിനാണെന്ന രീതിയിൽ പറഞ്ഞ മാതിരി കേതുവിൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത്, അല്ല ഗണപതി സ്തോത്രം ചൊല്ലുന്നത്, ഗണപതിയുടെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്, 108 വെച്ച് ജപിച്ച് പോകുന്നത് കേതുവിനെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കുന്നത് നല്ലതാണ്. കടുക് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനുള്ള ഈ കടുക്, ഇരുമ്പ്, അപ്പം മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഇവിടുത്തെ നാള് നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഗുരുകർമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനെ പോസിറ്റീവാക്കാനുള്ള വിഷ്ണു പൂജ ചെയ്യുന്നതല്ലാണ്, ആദിത്യ ശ്ലോകം ചൊല്ലുന്നത് നല്ലതാണ് ഈ സൂര്യനെ പോസിറ്റീവാക്കാൻ. അതുപോലെ സൂര്യന് ജലം ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ ഗുരുവിനെ പോസിറ്റീവാക്കാൻ കടല ദാനം ചെയ്യുന്നത് നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, പെൻസില്, ബുക്ക് ഇങ്ങനെയൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് ഗുരുവിനെയും പോസിറ്റീവാക്കാനുള്ള നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു രാശിക്കാർക്ക് കൂടുതലായിട്ടല്ല, പ്രത്യേകിച്ച് ഈ ഒരു നാളുകാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗുണഫലങ്ങൾ കൂടിയിരിക്കും. അതുപോലെ തിരുവോണത്തെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ്റെയും ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഫുഡ് ദാനം ചെയ്യുക, അതുപോലെ വെള്ളം ദാനം ചെയ്യുക, വെള്ളം പാഴാക്കി കളയാതിരിക്കുക, അതുപോലെ ശുക്രൻ്റെ റേഡിയേഷനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ദാനം ചെയ്യുന്നത്, വെണ്ണ ദാനം ചെയ്യുന്നത്, അതുപോലെ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഒക്കെ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ്. നല്ല നിലയിൽ ശുക്രൻ റേഡിയേഷനായിട്ടുള്ള പെർഫ്യൂംസ്, അല്ല നിലയിൽ അണിഞ്ഞൊരുക്കാൻ പറ്റിയ മേക്കപ്പ് സെറ്റുകളെ, അല്ലെങ്കിൽ ഡ്രസ്സുകളെ ഒക്കെ ദാനമായിട്ട് 12-24 വയസ്സിനുള്ള ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ ഇവിടെ ശനിയെ ആണെങ്കിലും പോസിറ്റീവാക്കാനായിട്ട് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്, സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കടുക് ദാനം ചെയ്യുന്നത്, പിന്നെ മുടന്തര അല്ലെ ഇങ്ങനെയുള്ള റിലേഷൻപ്പെട്ട പാവം പിടിച്ച ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ദാനധർമ്മമാണ്. അത് ഈ ഔട്ടത്തിൻ്റെ ആയിട്ടുള്ള വീണ്ടും ഇവർക്ക് ശനിയുടെ ആയിട്ടുള്ള ഈ പറഞ്ഞ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ശനി കർമ്മമാണ്. അപ്പോൾ ശനിയുടെ ആയിട്ടുള്ളത് ചൊവ്വാഴതായിട്ടുള്ള റേഡിയേഷനിൽ പെട്ടതായിട്ടുള്ള സിന്ദൂരം ദാനം ചെയ്യാം, അല്ലെങ്കിൽ ചുവന്ന പട്ട് ദാനം ചെയ്യാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പല രീതിയിൽ ഈ പറയുന്ന ഔട്ട നക്ഷത്രക്കാർക്കും അനുകൂലമാണ്. മീനൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നക്ഷത്രാദികളെന്ന വ്യാഴമാണ്. അതുപോലെ ഇവിടുത്തെ നാളെ നോക്കിക്കഴിഞ്ഞാൽ പൂരുട്ടാതി, ഉത്തിട്ടാതി, രേവതി. പൂരുട്ടാതിയുടെ ഒടുവിലത്തെ ഒരു ഭാഗം ഉത്തിട്ടാതി, രേവതി എന്നിവയാണ്. അപ്പോൾ ഇവിടെ പൂരുട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അതുപോലെ ഉത്തിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് കൺട്രോൾ ചെയ്യുന്നത്, ചന്ദ്രകർമ്മയാണ്.
ദേവതയെ നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത്, ചൊവ്വ കർമ്മമാണ്. അപ്പോൾ ഈ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വ്യാഴം 5-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ, ഫോറക്സ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു ലാഭമുണ്ടാക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ചില പ്രണയങ്ങൾ തുറന്നു പറയാൻ, പ്രണയബന്ധം സാക്ഷാത്കരിക്കാനൊക്കെ ഉള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പുതിയ പ്രണയബന്ധങ്ങൾ വരാൻ, അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ, നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ളൊരു അനുകൂല സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാവുന്ന വരിക. അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാൻ. അതുപോലെ നല്ല ഉല്ലാസ യാത്രകൾ ചെയ്യാൻ, അതുപോലെ ഫോറക്സ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ IELTS, നീറ്റ് അങ്ങനെയൊക്കെ എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ. അതുപോലെ IIM, IIT ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് അപേക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം വരാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. മാത്രമല്ല ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഫേവറബിളായിട്ട് വരാൻ, അനുകൂലമായിട്ട് വരാൻ ഈ ഒരു രാശിക്കാർക്ക് നല്ലൊരു ടൈമാണ്. എന്നാൽ ഒക്ടോബർ 31-ാം തീയതി വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച വരാൻ, ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ, പുതിയ ജോബ് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും പൈസയ്ക്ക് കടം, എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് ലോണൊക്കെ പാസ്സായി വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഉയർച്ച, ബിസിനസ്സിനകത്ത് പുതിയ പ്രൊപ്പോസൽ വരാൻ, പുതിയ എഗ്രിമെൻറ്റ് വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ബിസിനസ്സിനകത്ത് ഉയർച്ച ഉണ്ടാകാൻ, അതുപോലെ ജോലി സ്ഥലത്തൊക്കെ നല്ല അനുമോദനങ്ങൾ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പിന്നെ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ മാറാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ശനിയിലെ നോക്കിക്കഴിഞ്ഞാലും വളരെ അനുകൂലമാണ് ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ. നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും, അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹ ആലോചനകൾ വരാൻ, വിവാഹം കഴിക്കാൻ, നല്ല പ്രണയബന്ധം ഉണ്ടാകാൻ, കുട്ടികളുണ്ടാകാൻ, അല്ലെന്നീ പറഞ്ഞ മാതിരി ബിസിനസ്സിലൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ളതും, ബിസിനസ്സിന് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ, ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ ഇതിൽ 2027 ജൂൺ 3-ാം തീയതി ശനി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാം. എന്നാലും അത്ര മോശമല്ലാത്ത സാഹചര്യങ്ങളാണ്. തൊഴിൽ സംബന്ധമായിട്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. തൊഴിലിനകത്തൊക്കെ ഉയർച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാഹു കേതുക്കൾ മാറുന്നുണ്ട് ഈ പറയുന്ന ഡിസംബർ 5-ാം തീയതി 2020. അപ്പം ഇവർക്കൊരു പല രീതിയിലുള്ള ചെറിയ ഒരു അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. പ്രണയത്തിലൊക്കെ ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യത, അല്ലെന്നൊരു എന്തെങ്കിലും ഒരു വലിയൊരു തടസ്സം, അല്ലെന്ന രീതിയിൽ ഈ ട്രേഡിങ്ങിനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡിങ്ങിനകത്തുനിന്നൊരു പൈസ നഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ നല്ല രീതിയിലിരുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് മോശമായിട്ട് വരാൻ, എന്തെങ്കിലും ഒരു ട്രേഡിങ്ങിനകത്ത് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഇച്ചിരി മോശമായിട്ടുള്ള സമയം വരാൻ ഈ രാഹു കേതുക്കളുടെ മാറ്റമുണ്ട്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കുറഞ്ഞ ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ രാഹു കേതുക്കളെ പോസിറ്റീവാക്കാൻ വേണ്ടി രുദ്രാഭിഷേകം ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കേതുവിനെ പോസിറ്റീവാക്കാൻ ഗണപതിൻ്റെ അമ്പലങ്ങളിൽ ഗർഭദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കേതുവിൻ്റെ മൂലമന്ത്രം ജപിക്കാവുന്നതാണ്, ഗണപതിയുടെ മൂലമന്ത്രം ജപിക്കാവുന്നതാണ്. അത് 108 രൂപ ജപിച്ച് പോകുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിലെ പല രീതിയിലുള്ള തടസ്സങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ഈ പറയുന്ന കേതു എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ ഗണപതിയുടെ റേഡിയേഷനാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഗ്രഹത്തെ പോസിറ്റീവാക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ രാഹുവിനെ ആണെങ്കിലും പോസിറ്റീവാക്കാൻ രാഹുവിൻ്റെ മൂലമന്ത്രം ജപിക്കുക, അതുപോലെ ഭൈരവന് കള്ള് ദാനം ചെയ്യുക, ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുക, അതുപോലെ ഭൈരവന് പൊയില ദാനം ചെയ്യുന്നത്, അല്ലെ വീഴി ദാനം ചെയ്യുന്നത്, പാവങ്ങൾക്ക് വീഴി ദാനം ചെയ്യുക, പൊയില ദാനം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പല കർമ്മങ്ങളുണ്ട്. അത് ആവശ്യമുള്ള അനുസരിച്ച് ആവശ്യമുള്ള ആൾക്കാർ ചെയ്തു പോകുന്നതിനനുസരിച്ച് നല്ലതായിട്ടുള്ള ഫലങ്ങൾ വരും. അതുപോലെ മുരുകന് കൽക്കണ്ണം, നല്ല രീതിയിൽ പന്നീരൊക്കെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മീനൻ രാശിക്കാരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. അപ്പോൾ വ്യാഴത്തെ പോസിറ്റീവാക്കി വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. മഞ്ഞ മണി ദാനം ചെയ്യുന്നത്, മഞ്ഞ വസ്ത്രങ്ങൾ അവരൊരു വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ദാനം ചെയ്യുന്നത്, അമ്പലങ്ങളിലൊക്കെ മഞ്ഞ പട്ട് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ച് മഞ്ഞളിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ
പാലിനകത്ത് ഒരു പിഞ്ച് ഓഫ് സാഫ്രോൺ കുങ്കുമം ഇട്ട് വെച്ചിട്ട് കുടിക്കുന്നത് ശുക്രനെയും ഈ പറയുന്ന വ്യാഴത്തെ കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം കൂടാണ്. ഇതുകൂടാതെ ഈ ഒരു നോക്കിക്കഴിഞ്ഞാത്ത നാളുകളെ പുരുട്ടാതിയുടെ ഈ വ്യാഴമാണ്. അപ്പോൾ വ്യാഴത്തെ പറഞ്ഞ മാതിരി പോസിറ്റീവ് ആക്കുക. പിന്നെ സൂര്യനെ ഇവിടെ പോസിറ്റീവ് ആക്കണം. അപ്പം അവർക്ക് അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ ഈ പുരുട്ടാതി നാളുകാർക്ക് സൂര്യൻ്റെ റേഡിയേഷനുള്ള ഗോതമ്പ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഭാഗങ്ങൾക്കൊക്കെ ഗോതമ്പ് ദാനം ചെയ്യുക. അതുപോലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ സൂര്യന് ജലം ദാനം ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കാം. അതൊക്കെ സൂര്യനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുമല്ലെന്നൊരു ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ജപിച്ചു പോകുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുമല്ലെന്നൊരിയിൽ സൂര്യൻ്റെ മൂലമന്ത്രം ജപിക്കാം. കാരണം ഈ ഒരു സൂര്യൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പവറാണ്. അല്ലെന്നൊരു ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്നവർ സൂര്യനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ അതിലായിട്ടുള്ള ഒരു എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കുറയാൻ വളരെ നല്ലതാണ്. അതുപോലെ ഉത്രട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ ശനിയായിട്ടുള്ളത് ചന്ദ്രകർമ്മം. അപ്പം ഇവിടെ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞു. കോമൺ ആയിട്ടവർക്ക് ഈ ആൾക്കാർക്ക് വ്യാഴത്തെ പോസിറ്റീവ് ആക്കി വെക്കേണ്ടതിൻ്റെ അത്യാവശ്യത. അതുപോലെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക, സ്ട്രീറ്റ് ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ അന്തരം മുടന്തരം തൂപ്പുകാർ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള ഈ ഒരു വർക്കേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യുക. അതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഫുഡ് ദാനം ചെയ്യുക പാവങ്ങൾക്ക്. അതൊക്കെ എല്ലാം ദാനധർമ്മമാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ ഈ ദാനധർമ്മം ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇവർക്ക് ഈ ഉത്തരട്ടാതി നാളുകാർക്ക് ചന്ദ്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ജലം ദാനം ചെയ്യുന്നത്, ഫുഡ് ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ഇതേമാതിരി വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ദാനം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ചന്ദ്രനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ കൃഷിയൊക്കെ വെച്ചിട്ട് പരിപാലിക്കാൻ എന്തെങ്കിലും ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വെള്ളം പാഴാക്കാതിരിക്കാൻ ഇവർ ഏറ്റവും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചന്ദ്രൻ നെഗറ്റീവ് ആക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷേ ജലം ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ രേവതിയെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബുധൻ്റെ ഒരു റേഡിയേഷൻ ഉണ്ട്. ഈ വ്യാഴത്തിൻ്റെ ബുധൻ്റെ ചൊവ്വ. അപ്പം ഈ ബുധൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ബുധനൊക്കെ പോസിറ്റീവ് ആകും. അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്ന രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഫേവറബിളായിട്ടുള്ള സംഗതി കാര്യങ്ങൾ ഉണ്ടാകാൻ. അതുപോലെ ചൊവ്വാടായിട്ടുള്ള റേഡിയേഷൻ എന്ന ബ്ലഡ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. ചുവന്ന പട്ട് അമ്പലങ്ങൾ ദാനം ചെയ്യുന്നത് ചൊവ്വയെ പോസിറ്റീവ് ആക്കാം. പിന്നെ ചില ആൾക്കാരുടെയൊക്കെ ബർത്തിയായിട്ടില്ല ചൊവ്വായും ഈ പറയുന്ന വ്യാഴമൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കാൻ ഈ പറയുന്ന ബ്ലഡ് റെമഡി എന്നൊക്കെ പറയുന്ന പല റെമഡിയുണ്ട്. നമ്മുടെ ഫുള്ളായിട്ടുള്ളതിനകത്ത് ഈ നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളത് ആൾക്കാർ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്.